ബസന്ത്, ഞങ്ങളിവിടെ ഇപ്പോൾ സംഘം വിഹാറിന്റെ കഥ പറയുകയായിരുന്നു. കോൺഗ്രസ് 15,000 വോട്ട് പിടിച്ച മണ്ഡലത്തിൽ 344 വോട്ടിനാണ് ആപ്പ് പരാജയപ്പെടുന്നത്. 10 മണ്ഡലങ്ങളിലെങ്കിലും കുറഞ്ഞത് ആം ആദ്മി പാർട്ടിയുടെ ജയസാധ്യതയെ ബാധിക്കാൻ അല്ലെങ്കിൽ അതിനെ തകർക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണോ അവസ്ഥ? തീർച്ചയായും അത് കോൺഗ്രസ് മത്സരിച്ചത് തന്നെ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു. അതായത് ഈ വോട്ട് ബേസ് തിരിച്ചു പിടിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ഇതിങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ വോട്ട് ബേസാണ്. അത് ആം ആദ്മി പാർട്ടിയിലേക്ക് പോയി എന്നുള്ളതാണ്. അതിനെ റിട്രീവ് ചെയ്യാനായിട്ടുള്ള ഏക മാർഗം കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ഐഡിയോളജി ഒന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. പ്രത്യേകിച്ച് എന്തെങ്കിലും മുന്നോട്ട് ആകെ ഒരു അഴിമതി വിരുദ്ധ പ്ലാറ്റ്ഫോമിൽ നിന്നും മുളച്ചു പൊന്തി ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി നിന്ന് ജയിച്ചു വന്നൊരു പാർട്ടിയാണ്. ഒരു പ്രത്യേക ഐഡിയോളജി ഒന്നുമില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ടൈപ്പ് എന്ന് പറയുന്നത്, അതായത് കോൺഗ്രസിൻ്റെ ബേസ് നശിപ്പിച്ചൊരു പ്രസ്ഥാനവുമായി എങ്ങനെ കൂട്ടുകൂടുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ, അതായത് BJP പരാജയപ്പെടുന്ന കോൺഗ്രസ് പരാജയപ്പെടുന്ന ശീലാ ദീക്ഷിത് പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് അല്പകാലം അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായത്. 28-8 വോട്ടുകൾ ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് കോൺഗ്രസ് പിന്തുണ കൊടുക്കുകയായിരുന്നു. അന്ന് ആ പിന്തുണ കൊടുത്തത് പോലും അന്ന് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയും വിമർശനവുമായതാണ്. എങ്ങനെയാണ് നമ്മളെ തകർത്ത ഒരു പാർട്ടിയെ പിന്തുണയ്ക്കാൻ തയ്യാറാവുക? അന്ന് പിന്നീട് വലിയ സമ്മർദ്ദം പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് വന്നു. BJPയെ മാറ്റി നിർത്താൻ നിങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുക്കണം എന്നുള്ളൊരു വലിയ സമ്മർദ്ദം കോൺഗ്രസിൻ്റെ മേൽ വന്നതുകൊണ്ടാണ് അന്ന് കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയും അല്പകാലത്തെങ്കിലും പിന്തുണയ്ക്കാൻ തയ്യാറായത്. പക്ഷേ അത് പൂർണ്ണമായ തകർച്ചയ്ക്ക് വഴിവെക്കുകയായിരുന്നു എന്നുള്ളത് തൊട്ടടുത്ത് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്തു. അത് കഴിഞ്ഞ് 2020 സമാനമായ സാഹചര്യം ആവർത്തിച്ചപ്പോൾ കോൺഗ്രസിന് ഇതൊരു തിരിച്ചറിവിൻ്റെ പ്രശ്നമാണ്. മാത്രമല്ല, സന്ദീപ് ദീക്ഷിതിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ ഒരു ഈസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള MP ആയിരുന്നു. വളരെ ശക്തനായ കോൺഗ്രസ് നേതാവായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അജയ് മാക്കനും ഒരു കാലഘട്ടത്തിലും ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന് പോകാൻ കഴിയാത്തൊരു സാരി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സന്ദീപ് ദീക്ഷിത് പിടിച്ച വോട്ട് കെജ്രിവാളിൻ്റെ പരാജയത്തിന് വഴിവെച്ചിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. നമ്മൾ എത്ര ഇനി അതല്ല എന്ന് പറഞ്ഞാൽ ആ വോട്ടുകൾ കെജ്രിവാളിന് പോകേണ്ട വോട്ടുകൾ തന്നെയായിരുന്നു. കോൺഗ്രസിന്റെ ഉറച്ച വോട്ടുകൾ സന്ദീപ് ദീക്ഷിത് പിടിച്ചു മാറ്റി എന്നുള്ളതാണ്. സമാനമായ സാഹചര്യം തന്നെയാണ് സംഘം വിഹാറിലും ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഉദാഹരണമേ അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് തിമ്മാർപൂരിൽ നോക്കുകയാണെങ്കിൽ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി സൂര്യപ്രകാശ് ഖത്രി ലീഡ് എടുക്കുന്നത് 316, ഏറ്റവും അവസാനം കൂട്ടിച്ചേർത്താണ് 316. അവിടെ കോൺഗ്രസിന്റെ വോട്ട് എന്ന് പറയുന്നത് 5754 316 വോട്ടിന് മാത്രം ഒരു മണ്ഡലം കൈവിട്ട് പോകുമ്പോൾ കോൺഗ്രസിനുള്ള വോട്ട് ഇത്രയധികമാണ്. 47 പറഞ്ഞിടത്തുനിന്ന് കൂടിയത് തിമ്മാർപൂറാണ്. മാത്രമാണ് അവിടെ എടുത്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ പോക്കറ്റിൽ പക്ഷേ ഇത്രയധികം വോട്ടുകൾ. കോൺഗ്രസ് സ്പോയിലറായി. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് തിരികെ വരണം എന്നുണ്ട് എങ്കിൽ ഒറ്റയ്ക്ക് പോരാടേണ്ടത്. അതെ, കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വളരെ ശക്തിയായിരിക്കുമ്പോൾ എങ്ങനെയാണ് CPM ബംഗാളിൽ എന്നുള്ള അതേ അവസ്ഥയാണ് ആം ആദ്മി പാർട്ടി ശക്തിയായിരിക്കുമ്പോൾ കോൺഗ്രസിന് ഇവിടെ. അപ്പോൾ കോൺഗ്രസിന് തിരികെ വരണം എന്നുണ്ട് എങ്കിൽ അവിടെ തനിച്ച് നിന്ന് പതുക്കെ ആണെങ്കിലും ജയിക്കണം, സംഘടന കെട്ടിപ്പടുക്കണം എന്ന താല്പര്യമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അജയ് മാക്കൻ അടക്കമുള്ള അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് ഉള്ളത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിൽ കോൺഗ്രസ് സന്തോഷിക്കുന്നുണ്ടാകും ചെറുതല്ലാത്ത വിധത്തിൽ. 48-22 എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ.